ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതൊക്കെ നാം ചെയ്ത തെറ്റുകളുടെ ഫലമാകുന്നു എന്നാണ് പൊതുവെ മനുഷ്യർ ധരിച്ചു വച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ എപ്പോഴും ശരിയാകണമെന്നില്ല. ചിന്തിക്കാം. മുൻവിധിയോടെ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് ഒരിക്കലും നല്ലതല്ല. ആർക്കെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങൾ വന്നാൽ സാധാരണ മനുഷ്യർ പറയുന്നത് അവൻ അല്ലെങ്കിൽ അവൾ ചെയ്തതിൻ്റേത് അനുഭവിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും. ഇനിയും സമൂഹത്തിൽ നല്ലവരായി ജീവിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെന്നാൽ മറ്റുള്ളവർ പറയും, നല്ലവനെന്ന് നമുക്കൊക്കെ തോന്നുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ഒളിച്ചു വെച്ചായിരിക്കും ജീവിക്കുന്നത് എന്ന്. അതുമല്ലെങ്കിൽ അപ്പനപ്പൂപ്പന്മാർ ചെയ്തതിൻ്റെയൊക്കെ ഇപ്പോൾ അനുഭവിക്കുകയാണ് എന്ന് പറയും. അവിടെ നിന്ന് നാം അവരുടെ തെറ്റുകളെ ചികയുവാൻ തുടങ്ങും. ചിലർ അത് പോയി നേരിട്ടങ്ങ് പറയുകയും ചെയ്യും. കഷ്ടം സഹിക്കുന്ന ഇങ്ങനെയുള്ളവർക്ക് ഇതെത്ര വലിയ വേദനയുണ്ടാക്കും എന്ന് അറിയാമോ? പലർക്കും മറ്റുള്ളവരുടെ വേദനകൾ വെച്ച് മുതലെടുപ്പ് നടത്തുന്നതൊരു രസമാണ്. ഇത് ഭയാനകമാകുന്നു. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അത്തരക്കാരായിരുന്നു എന്ന് നാം ഇതുവരെ പഠിച്ച ഭാഗത്ത് കണ്ടതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം വരെ നാം ചിന്തിച്ചല്ലോ. എത്ര മഹത്തായ പാഠങ്ങളാകുന്നു ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവവചനം എത്ര കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ഇന്ന് നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം 21-ഉം 22-ഉം അധ്യായങ്ങൾ ഒരുമിച്ച് പഠിക്കാം. എടുത്താട്ടെ, ഇയ്യോബിൻ്റെ പുസ്തകം 21-ാം അധ്യായം. അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ, അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ. നിൽപ്പീൻ, ഞാനും സംസാരിക്കട്ടെ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് പരിഹസിക്കാം. അവരുടെ ശ്രദ്ധ തനിക്ക് വേണമെന്നതിനാൽ ഇയ്യോബ് കൊള്ളിവാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത് അവൻ അവരെ ആശ്വസിപ്പിക്കുവാൻ പോവുകയാകുന്നു എന്നത്രേ. 4-ാം വാക്യം, ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ, എൻ്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? അവൻ തൻ്റെ പരാതി മനുഷ്യരുടെ മുൻപിലേക്കല്ല കൊണ്ടുപോകുന്നത്, പിന്നെയോ അവൻ ദൈവത്തോടാണ് അപേക്ഷിക്കുന്നത്. 5-ാം വാക്യം, എന്നെ നോക്കി ഭ്രമിച്ചു പോകുവീൻ, കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുവീൻ. വേറെ വിധത്തിൽ നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഇംഗ്ലീഷിൽ പറയല്ല ഷട്ടപ്പ്. ഇതാണ് വാസ്തവത്തിൽ ഇയ്യോബ് അവരോട് പറയുന്നത്. 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ സ്നേഹിതന്മാരുടെ വാദത്തിൽ ഇയ്യോബ് ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ പോകുകയാണ്. ഈ ജീവിതത്തിൽ ദുഷ്ടൻ എല്ലായ്പ്പോഴും കഷ്ടത അനുഭവിച്ചെന്ന് വരില്ല. വാസ്തവത്തിൽ അവർ അഭിവൃദ്ധിപ്പെട്ടു എന്ന് വരാം. അവർ എപ്പോഴും പെട്ടെന്ന് മരിക്കില്ല. ചിലപ്പോൾ അവർ നല്ല വാർദ്ധക്യത്തിലായിരിക്കും മരിക്കുന്നത്. ദുഷ്ടൻ അവരുടെ സ്വത്ത് ഒരു കുഴപ്പവും ഇല്ലാതെ നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അത് കുഞ്ഞുങ്ങൾക്ക് തന്നെ അത് അവകാശമാക്കുവാനും കഴിഞ്ഞെന്ന് വരും. ഇവിടെ 11 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ കുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു, അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു, അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു, കുഴലിൻ്റെ നാദത്തിങ്കൽ സന്തോഷിക്കുന്നു, അവർ സുഖമായി നാൾ കഴിക്കുന്നു, മാത്ര കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവർക്ക് ഒരു പറ്റം കുട്ടികൾ കണ്ടെന്ന് വന്നേക്കാം. അവർ സന്തോഷിക്കുകയും തുള്ളിച്ചാടുകയും നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യും. അവർക്കൊരു നല്ല സമയം തന്നെ ആയിരിക്കും. അവർ അതിൽ ജീവിക്കും, ഭംഗിയായി സന്തോഷിച്ച് കഴിഞ്ഞുകൂടും. അവരുടെ വീഴ്ച നിശ്ചയമാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. മറ്റുള്ളവരെ പോലെ തന്നെ അവർ ശവക്കുഴിയിലേക്ക് പോകും. എന്നാൽ നേരത്തെ വിപത്ത് അവരെ പിടികൂടുകയില്ല. അവർ നല്ല സുഖമായി തന്നെ ജീവിച്ചെന്ന് വന്നേക്കാം. ഇയ്യോബ് ഒരു വൻകിട കൃഷിക്കാരനായിരുന്നു എന്നോർക്കണം. അവൻ ചൂണ്ടിക്കാണിക്കുന്നത് ചില ദുഷ്ടന്മാർ വളരെ അഭിവൃദ്ധി പ്രാപിച്ച കൃഷിക്കാരായിരുന്നു. അവർക്ക് വലിയ കുടുംബങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലെയുള്ള വലിയ കുടുംബക്കാരും സമ്പന്നന്മാരും ഉണ്ടായിരുന്നതൊക്കെ ഇന്ന് എവിടെ പോയി? അവരൊക്കെ പോയി കഴിഞ്ഞു. ഇന്ന് കുടുംബശ്രേഷ്ഠത പറയുന്നു, അത്രമാത്രം. എന്നാൽ അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഇയ്യോബ് അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇത് ദാവീദിൻ്റെ ഒരു പ്രശ്നമായിരുന്നു എന്ന് നാം കാണുന്നു. 37-ാം സങ്കീർത്തനത്തിൻ്റെ 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവം ഒടുവിൽ അവരെ ന്യായം വിധിക്കുന്നതായി നാം കാണുന്നു. നമ്മുടെ ദേശത്ത് തന്നെ നമുക്കിന്ന് ചുറ്റും നോക്കാവുന്നതാണ്. എത്രയെത്ര ദുഷ്ടന്മാരാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ദൈവത്തെ അറിയാതെയും ദൈവത്തെ മാനിക്കാതെയുമുള്ള അനേകർ. എന്തുകൊണ്ടിങ്ങനെ?
ദൈവം കാണിക്കുന്നത് അനീതിയാണോ എന്ന് നാം ചോദിച്ചേക്കാം. 14-15 വാക്യങ്ങളിൽ അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടു പോക, നിന്റെ വഴികളെ അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവൻ ആർ, അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു. അവർ അഭക്തരാണ്, അവർക്ക് ദൈവത്തെ വേണ്ട. എത്ര അഹങ്കാരത്തോടു കൂടിയ വാക്കുകളാകുന്നു അവർ പറയുന്നത്. ദൈവത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ പറയുന്നത് അവർക്ക് ദൈവത്തെ വേണ്ട എന്നും അവിടുത്തെ വഴികൾ അറിയുവാൻ ഒട്ടും ആഗ്രഹമില്ല എന്നുമാണ്. തങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുവാൻ കഴിയാത്തതെന്താണ് ദൈവം അവർക്ക് നൽകുന്നത് എന്നവർ ചോദിക്കുന്നു. അനേകരുടെയും മനസ്സിൽ തോന്നാറുള്ള അതേ ചിന്ത ഇയ്യോബ് ഇവിടെ വിളിച്ചു പറയുകയാണ്. 16 വാക്യത്തിൽ, എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല, ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. ഇയ്യോബ് പറയുന്നത് താൻ ആ കൂട്ടത്തിൽ പെടുന്നില്ല എന്നത്രേ. ഞാൻ ദുഷ്ടന്മാരിൽ ഒരാളല്ല. മാറ്റിക്കൂടാത്തൊരു സത്യം എന്ന് നിങ്ങൾ പറയുന്നത് എല്ലായ്പ്പോഴും സത്യമാകണമെന്നില്ല. അല്ല, അത് സത്യമാണെങ്കിൽ തന്നെ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. 17 വാക്യത്തിൽ നാം കാണുന്നു, ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നതും അവർക്ക് ആപത്തു വരുന്നതും ദൈവം കോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം. ഒരു സാധാരണക്കാരനുണ്ടാകുന്നതിലും അധികം പ്രശ്നമൊന്നും ഒരു ദുഷ്ടൻ ഉണ്ടാകുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. അത് പറഞ്ഞ് പലരും സംതൃപ്തിപ്പെടുന്നത് കാണാം. അത് വേണ്ട. 18 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ കാറ്റിന് മുമ്പിൽ താളടി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതർ പോലെയുമാകുന്നു. ദൈവം അവൻ്റെ അകൃത്യം അവൻ്റെ മക്കൾക്കായി സംഗ്രഹിച്ചു വെക്കുന്നു. അവനത് അനുഭവിക്കേണ്ടതിന് അവന് തന്നെ പകരം കൊടുക്കട്ടെ. അവൻ്റെ സ്വന്തം കണ്ണ് അവൻ്റെ നാശം കാണട്ടെ. അവൻ തന്നെ സർവശക്തൻ്റെ ക്രോധം കുടിക്കട്ടെ. എന്നാൽ മരണം ആരുടെയും മുഖം നോക്കുന്നില്ല. മരണം ദുഷ്ടന്മാരുടെ വാതിൽക്കൽ മുട്ടുന്ന സമയം വരുന്നു. അപ്പോൾ ഒരു ന്യായവിധി ഉണ്ടാകുന്നു. അതെ, അവൻ സർവശക്തൻ്റെ ക്രോധം കുടിക്കുന്ന അവസരം. അങ്ങനെ തൻ്റെ സ്നേഹിതർ പറയുന്ന പഴമൊഴികൾ എല്ലായ്പ്പോഴും സത്യമല്ല എന്ന് ഇയ്യോബ് പറയുന്നു. എന്നാൽ ഒരു ദിവസം ദൈവം ദുഷ്ടന്മാരെ ന്യായം വിധിക്കുകയില്ല എന്ന് അതിനർത്ഥമില്ല. ദുഷ്ടൻ ഇവിടെ കിട്ടുന്നതെല്ലാം ആസ്വദിക്കുകയാണെന്ന് കണ്ട് ഉപയോഗിച്ചേക്കാം. എന്നാൽ ഓർക്കണം, ഇതാണ് അവരുടെ ഒടുവിലത്തെ ചാൻസ്, ഒടുവിലത്തെ അവസരം. ദുഷ്ടന്മാരെ ദൈവം ശിക്ഷിക്കും എന്നതിൽ ഇയ്യോബിന് യാതൊരു സംശയവുമില്ല. 29-30 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, വലിയ വെള്ളസിംഹാസനത്തിങ്കിലെ ന്യായവിധി വരെ ദുഷ്ടന്മാരെ ശിക്ഷിച്ചെന്ന് വരില്ല എന്ന് കാണുന്നു. എന്നാൽ ന്യായവിധി തീർച്ചയായും ഉണ്ടാകും. 29-30 വാക്യങ്ങളിൽ നിന്ന് വായിക്കാം. വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ? അവരുടെ അടയാളങ്ങളെ അറിയുന്നില്ലയോ? അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു, ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു. പാപം ചെയ്യുവാനാണ് ഒരു പാപി ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ അങ്ങനെ തന്നെ ജീവിക്കുവാൻ ദൈവം അവനെ അനുവദിച്ചേക്കാം. ദൈവം കൃപാലുവാണ്, കരുണാസമ്പന്നനാണ്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ദൈവത്തിൻ്റെ നന്മയും ദയയും ദീർഘക്ഷമയും ഒക്കെ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതുണ്ട്. ജീവിതം ആസ്വദിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന അനേകം ആളുകളെ, അനേകം സമ്പന്നന്മാരെ, ധനികരെ നാം ഇന്ന് നോക്കുന്നു. ഭൗതികമായി എല്ലാം ഉള്ളവർ, ഇനിയും അധികം വാരിക്കൂട്ടുവാൻ തത്രപ്പെട്ടോടുന്നവർ, 1 കിട്ടിയാൽ 2 വേണം, 2 കിട്ടിയാൽ 4 വേണം എന്ന ചിന്തയോടെ ഓടുന്നവർ, അവർക്ക് കിട്ടുന്നുമുണ്ട്. എന്നാൽ ഇത് മറക്കരുത്, ദുഷ്ടനെ നാശത്തിനായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ നാളുകളിൽ അതേക്കുറിച്ച് അധികം പറഞ്ഞ് നാം കേൾക്കുന്നില്ല. സോഫറിന് ഇയ്യോബ് നൽകിയ മറുപടി ഇതത്രേ. ഇതൊരു നല്ല മറുപടി ആകുന്നെന്ന് ഞാൻ പറയട്ടെ. എന്നാൽ ഇയ്യോബ് ഇപ്പോഴും തന്നെ ന്യായീകരിക്കുന്നത് നാം കാണുന്നു. ഇയ്യോബിൻ്റെ ഈ സംസാരത്തിൽ അനുതാപത്തിൻ്റെ ലാഞ്ചന പോലുമില്ല. ഇയ്യോബും സ്നേഹിതന്മാരും തമ്മിലുള്ള 3-ാം വട്ട സംവാദത്തിലേക്കാണ് 22-ാം അധ്യായം മുതൽ നാം വരുന്നത്. ഒരു വാഗ്വാദത്തിന്, ബുദ്ധിപരമായ അഭ്യാസത്തിന് ഈ മനുഷ്യർ ഒരുങ്ങുന്നത് ഇത് 3-ാമത്തെ പ്രാവശ്യമാണ്. ഇപ്രകാരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ കാലത്ത് അത്ര ആകർഷകമല്ല. ഇവിടെ ഇയ്യോബിൽ നാം കാണുന്നത് ബുദ്ധിപരമായ ഒരു പോരാട്ടവും ആത്മികമായ പോരാട്ടവുമാകുന്നു. അതെ പ്രിയ സുഹൃത്തെ, താങ്കളും ഞാനും ഒരു ആത്മിക പോരാട്ടത്തിലാണ്. പൗലോസ് പറയുന്നു, നാം പോരാടുകയാണെന്ന്. ആ പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ഈ പറഞ്ഞതുപോലെയുള്ള വാഗ്വാദങ്ങൾ കേൾക്കുവാൻ ജനം തടിച്ചുകൂടിയിരുന്നു. ഇന്നത്തേതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കാര്യമായിരുന്നു അത്.
വളരെ ശ്രദ്ധേയമായ അനുഭവം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു എലീഫസ് എന്ന് അയാൾ നേരത്തെ പറഞ്ഞതോർക്കുമല്ലോ. അവന് വിചിത്രവും നിഗൂഢവുമായ ഒരു ദർശനമുണ്ടായി. അവനൊരു ആധ്യാത്മികവാദിയായിരുന്നു. ഞാൻ കണ്ടു എന്ന് പറയുന്നവൻ അവനാകുന്നു അത്. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും അവന് കാഴ്ച തന്നെയാണ്. കാണുന്നതോ വിചിത്രമായ കാഴ്ചകൾ, എല്ലാം സ്വന്തം തോന്നലുകൾ മാത്രം. വളരെ അപകടകരമായ ഒരു അനുഭവം. 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞതെന്നാൽ, മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കേയുള്ളൂ. ഈ ചോദ്യത്തിൻ്റെ സ്വഭാവം തന്നെ വെളിപ്പെടുത്തുന്നത് ഒരു മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരികയില്ല എന്നത്രേ. എലീഫസ് ചോദിക്കുന്നത്, ഇയ്യോബേ, നീ നിന്നെക്കുറിച്ച് തന്നെ വളരെയേറെ വലുതായി ചിന്തിക്കുന്നു എന്നത് ഉറപ്പാണ്. എന്നാൽ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താകുന്നു എന്നാണ് നിന്റെ വിചാരം? ഇയ്യോബിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും ദൈവം എന്തെങ്കിലും പ്രയോജനം എടുക്കുമെന്ന വിധത്തിലാണ് ഇയ്യോബ് പ്രവർത്തിക്കുന്നത്. അഥവാ ദൈവം ഇയ്യോബിനെ പരിമിതിപ്പെടുത്തിയില്ല എങ്കിൽ ദൈവത്തിന് ഒതുക്കുവാൻ വയ്യാത്തതുപോലെ അവൻ ബലവാനാകും. ഈ കാരണത്താൽ ദൈവം ഇയ്യോബിനെ പുറകോട്ട് പിടിക്കുകയാണ്. ഇത് പറയുമ്പോൾ വാസ്തവത്തിൽ എലീഫസ് ലക്ഷ്യത്തിൽ നിന്നും തെറ്റിയിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നുള്ള പ്രകാശവും സഹായവും ആവശ്യമുള്ള ഈ അവസരത്തിൽ ഒരു മനുഷ്യന് തീർച്ചയായും ഇത് ആശ്വാസം നൽകുന്നതല്ല എന്നോർക്കണം. എലീഫസിൻ്റെ ചോദ്യം പല പള്ളി ഭക്തന്മാർക്കും യോജിക്കുന്നതാണ്. അതായത്, തങ്ങൾ ദൈവത്തിന് വലിയ ഉപകാരമായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന അനേകർ. അവരുടെ വിചാരം, തങ്ങൾ ഇവിടെ ദൈവത്തിന് ഏതോ വലിയ സംഭാവന നൽകുന്നു, അവരെ തൻ്റെ ടീമിൽ കിട്ടിയത് ദൈവത്തിന് എത്ര വലിയ ഭാഗ്യമായി പോയി എന്നത്രേ. തങ്ങൾ ആരാകുന്നു എന്നുള്ള കാരണത്താൽ അവർ സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗമാകെ മെച്ചപ്പെടുമെന്ന്. ഞാൻ പറഞ്ഞത്രയും നഗ്നമായിട്ടല്ല ചിന്തിക്കുന്നതെങ്കിൽ തന്നെയും പലരുടെയും ഭാവം തങ്ങളെ ദൈവത്തിന് കിട്ടിയത് ദൈവത്തിന് വലിയ ഉപകാരമായി പോയി എന്നത്രേ. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരില്ല എന്ന് നാം ഗ്രഹിക്കണം. നാം എല്ലാം പ്രയോജനമില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ നാം ചീത്തയായ ഒരു കൂട്ടം പഴം പോലെയാണ്. ശുശ്രൂഷയെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതെ, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് 10-ാം വാക്യം, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. 3-ാം വാക്യം, നീ നീതിമാനായാൽ സർവശക്തന് പ്രയോജനമുണ്ടോ? നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ? യോബിൻ്റെ ആയുധവർഗത്തിൽ ഈ പുരുഷന്മാർ ഒരു വിടവുണ്ടെന്ന് മനസ്സിലാക്കി. ചില അധ്യായങ്ങളിൽ അത് വ്യക്തമാണ് താനും. ഇവിടുത്തെ പ്രശ്നം, ഈ മനുഷ്യർ വാസ്തവത്തിൽ ഇയ്യോബിൻ്റെ പ്രശ്നം തിരിച്ചറിയുന്നില്ല, അതിനുള്ള പരിഹാരം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവനെ ആശ്വസിപ്പിക്കുവാനോ അവർ ചെയ്യേണ്ട സഹായം ചെയ്യുവാനോ അവർക്ക് സാധിക്കുന്നില്ല. താനൊരു നീതിമാനാകുന്നു എന്ന് ഇയ്യോബ് അവകാശപ്പെടുന്നതിനാൽ ദൈവം തുള്ളിച്ചാടുന്നു, സന്തോഷം തിങ്ങി ഓടി നടക്കുന്നു എന്ന് അർത്ഥമില്ല. തങ്ങളിലും തങ്ങൾ ആരാകുന്നു എന്നതിലും ആശ്രയിക്കുന്ന ഒരു വലിയ കൂട്ടം വിശ്വാസികൾ ഉണ്ടെന്നത്രേ ഞാൻ കരുതുന്നത്. അവർ വാസ്തവത്തിൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഭക്തി, എൻ്റെ ദാനധർമ്മങ്ങൾ, എൻ്റെ ഉപവാസം, അങ്ങനെ ഓരോരുത്തർക്കും പുകഴുവാൻ ഓരോന്നുണ്ട്. എന്നാൽ പ്രിയ സുഹൃത്തെ, നാം എല്ലാം സൺഡേ സ്കൂൾ കുട്ടികളായിരിക്കുന്നതിനാൽ, മുടങ്ങാതെ ഹാജരുണ്ടായതിനാൽ, ഒരു സ്റ്റീൽ ഗ്ലാസ് സമ്മാനമായി വാങ്ങിയതിനാൽ സർവശക്തനായ ദൈവത്തിന് കൂടുതൽ സന്തോഷമൊന്നും വരുത്തുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളാൽ കർത്താവ് അങ്ങ് സന്തോഷിച്ചിരിക്കുകയാണെന്നത്രേ അനേകരും കരുതുന്നത്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. നാം ആരാകുന്നു എന്നുള്ളത് നാം ഗ്രഹിക്കണം. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല എന്നുള്ള നമ്മുടെ നിസ്സഹായത നാം ഗ്രഹിക്കണം. നമുക്കവനെ ഏറ്റവും അധികം ആവശ്യമാകുന്നു എന്നത് നാം മറക്കരുത്. നാം ചെയ്യുന്നത് കൊണ്ടും നാം ആരായിരിക്കുന്നു എന്നതുകൊണ്ടും ദൈവത്തിൽ ഒരു മതിപ്പുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം നാം അവനെ നോക്കുന്നവരാകണം, ശ്രദ്ധിക്കുന്നവരാകണം. നാം അവനിൽ ആശ്രയിക്കണം. നമ്മുടെ കുടുംബശ്രേഷ്ഠതയും ആത്മീക പാരമ്പര്യവും ഒന്നും അല്ല ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന കാര്യങ്ങൾ, പിന്നെയോ അവനിലുള്ള നമ്മുടെ ആശ്രയം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455.
ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. എലീഫസ് ഇവിടെ ഇയ്യോബിനോട് പറയുന്നത് വാസ്തവമാണ്. നല്ലതായി ജീവിക്കുവാനും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനും പലരോടും പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാൽ ദൈവത്തിന് ഏതോ ഗുണം നാം ചെയ്യുകയാകുന്നു എന്നത്രേ. അതുകൊണ്ട് തന്നെ ആർക്കാണ്ടു വേണ്ടി അവർ ഏതാണ്ടൊക്കെയോ ചെയ്തു കൂട്ടുവാൻ ശ്രമിക്കുന്നു. ഇത് ഒരു അബദ്ധമാണ് സുഹൃത്തെ. ഇത് നമ്മുടെ ആവശ്യമാണെന്നും ഈ ആയുസ്സും നിത്യതയും ധന്യമാക്കുവാൻ ദൈവവചനം അനുസരിക്കേണ്ടതുണ്ടെന്നും നാം ഗ്രഹിക്കണം. അങ്ങനെ നാം ജീവിക്കണം. 4-ാം വാക്യത്തിൽ നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത്. എലീഫസ് ഇയ്യോബിനോട് ചോദിക്കുന്നത്, നിന്നോട് ഇടപെടുവാൻ ദൈവം ഭയക്കത്തക്കവണ്ണം നീ അത്രയ്ക്ക് നീതിമാനും പൂർണ്ണനുമാകുന്നുവോ? വേറെ വിധത്തിൽ ചോദിച്ചാൽ, നിന്റെ ഭക്തിയും പൂർണ്ണതയും കണ്ട് ദൈവം ഭയന്ന് നിന്നോട് ഈ പറഞ്ഞതുപോലെ ഇടപെടരുതെന്നാണോ നീ പറയുന്നത്? ഇയ്യോബ് നീതിമാനാകുന്നെന്ന് ദൈവം ഇത് പറഞ്ഞപ്പോൾ അവൻ അർത്ഥമാക്കിയത് അവൻ ദൈവവുമായി ഒരു ശരിയായ ബന്ധത്തിൽ ആയിരുന്നു എന്നത്രേ. അത് അവൻ അർപ്പിച്ച യാഗത്താലായിരുന്നു. അവൻ അവൻ്റെ മക്കൾക്ക് വേണ്ടി യാഗം കഴിച്ചിരുന്നു എന്ന് നാം കണ്ടതാണല്ലോ. ഇയ്യോബിനോട് ഇടപെടുവാൻ ദൈവം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. ഇത് തീർച്ചയാണ്. ഈ മനുഷ്യന് വളരെ ദുർഘടമേറിയ ഒരു സമയമാണിപ്പോൾ എന്നത് വ്യക്തമാണ്. നാം 5 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത്, നിന്റെ ദുഷ്ടത വലിയതല്ലയോ? നിന്റെ അകൃത്യങ്ങൾക്ക് അന്തവുമില്ല. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി. നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല. വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു. എലീഫസ് ഇവിടെ വളരെ നീചമായ വിധത്തിൽ സംസാരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ താണ വിധത്തിൽ സംസാരിക്കുന്ന പല വിശ്വാസികളും ഇന്നുണ്ട് എന്നത് നിർഭാഗ്യകരം തന്നെ. ഇയ്യോബിനെക്കുറിച്ച് ദൈവം തന്നെ പറഞ്ഞത് അവൻ നേരുള്ളവനും നീതിമാനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു എന്നത്രേ. എന്നാൽ ഒരു ഭക്തന് ഇങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല എന്ന ലോകത്തിൻ്റെ ധാരണ ഇയ്യോബിൻ്റെ ദുരന്തത്തെക്കുറിച്ച് കേട്ടവരുടെയൊക്കെ പുരികം ചുളിപ്പിച്ചു. ഓരോരുത്തർ ഓരോന്ന് ചികയുവാൻ തുടങ്ങി. ശെടാ, ഈ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊക്കെ വരുവാൻ എന്താണുള്ളത് എന്നാണ് ഞാൻ അതിശയിക്കുന്നത്. നമ്മളൊക്കെ അറിയുന്നിടത്തോളം ഒന്നും കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. അല്ല, നമുക്ക് പുറത്തുള്ള വ്യക്തിയല്ലേ അറിയൂ, അകത്ത് കൊള്ളാവുന്നവനാകുന്നു എങ്കിൽ ഭാര്യയെ എതിർക്കുമോ? അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് ഊഹിക്കുവാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയുവാൻ കഴിയാതിരുന്നതിനാൽ ഓരോരുത്തർ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ തുടങ്ങി. ഇയ്യോബിനെക്കുറിച്ചുള്ള സംസാരമായി നാട്ടിലൊക്കെ. അധികം താമസിയാതെ ആ ചെറിയ തൊണ്ടിൽ നിന്നും ഒരു കയർ പിരിച്ചെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അതത്രേ എലീഫസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ മുൻവിധിയോടെ നാം അയാളെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങും. ചിലർ പറയും, അന്നേ ഞാൻ പറഞ്ഞില്ലേ അയാൾക്ക് ഭക്തി പറച്ചിലേ ഉള്ളൂ, അറുത്ത കൈക്ക് ഉപ്പിടുന്നവനല്ല എന്ന്. നേരത്തെ ആ വ്യക്തിയുമായി ഇടപെട്ടവരെല്ലാം ഓരോന്നും കൊണ്ടുവരും. എല്ലാം കൂടിയാകുമ്പോൾ മല പോലെ കുറ്റങ്ങളായി. ഇനിയും പിന്നെ ദൈവം ശിക്ഷിച്ചതിൽ എന്തത്ഭുതപ്പെടുവാനായിരിക്കുന്നു? തൻ്റെ നല്ല പെരുമാറ്റത്തിൽ നിന്നും ദൈവം എന്തെങ്കിലും പ്രയോജനമെടുക്കുമെന്ന വിധത്തിൽ ഇയ്യോബ് പ്രവർത്തിക്കുന്നു എന്ന് എലീഫസ് അവനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞതേയുള്ളൂ. ഇപ്പോൾ അവൻ ഇയ്യോബിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നത് അവൻ്റെ ദുഷ്ടത ഇതിൽ കൂടുതൽ എന്തു വരുവാനാണ് എന്നാണ്. അതെ, ഇയ്യോബ് കുറ്റക്കാരനായിരിക്കുന്ന കാര്യങ്ങളെല്ലാം എലീഫസ് അവനോട് പറയുന്നതാണ് നല്ലതെന്നത്രേ അവൻ ധരിക്കുന്നത്. അവൻ ഊഹിക്കുക മാത്രമാണ്. കാരണം ഇവയിൽ ഒന്നുപോലും സത്യമല്ല. ഇത് വെറും ഏഷണി മാത്രമാണ്. എന്നാൽ അവൻ ഇയ്യോബിനെതിരെ ചൊരിയുന്ന ആരോപണങ്ങൾ ശ്രദ്ധിച്ചാലും ഈ പറഞ്ഞതുപോലുള്ള ചികിത്സയ്ക്ക് ഇയ്യോബിനെ സഹായിക്കുവാൻ കഴിയുകയില്ല. ഇത് ഇയ്യോബിന് തന്നെ തന്നെ സംരക്ഷിക്കുവാനുള്ള പ്രേരണ മാത്രമേ നൽകൂ. ദൈവത്തെ അനുകൂലിച്ച് പറയുന്നതിന് പകരം ഈ ആരോപണങ്ങളൊക്കെ ഇയ്യോബിന് സ്വയരക്ഷയ്ക്ക് മാത്രമേ ഉപകരിച്ചുള്ളൂ. അങ്ങനെ വരുന്നതിൽ ഇയ്യോബിനെ കുറ്റപ്പെടുത്തുവാനും പ്രയാസമാണ്. കാരണം ഈ കുറ്റാരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ താൻ ഇതിലൊക്കെ നിരപരാധിയാകുന്നു എന്ന് ഇയ്യോബിന് ഉറപ്പാകുമ്പോൾ അത് ദൈവത്തിന് ഏതോ തെറ്റുപറ്റിയതാകുന്നു എന്ന് വിശ്വസിക്കുന്നതിന് മാത്രമേ ഇയ്യോബിന് ഉതകുകയുള്ളൂ. അതായത് തൻ്റെ
പ്രമാണത്തിൽ നിന്നും വ്യതിചലിക്കാത്ത ദൈവം തെറ്റൊന്നും ചെയ്യാതെ തന്നെ, അതെ, ഒരു തെറ്റും ചെയ്യാത്ത തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഭാഗത്തെ തെറ്റല്ലേ? ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധവും ഇങ്ങനെയുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് സ്വയം ചിന്തിച്ച് സ്വയസഹതാപത്തിൽ കഴിയുന്ന ഒരു വലിയ ജനത. തങ്ങൾ തെറ്റുകാരല്ല എങ്കിൽ പിന്നെ ദൈവത്തിനാണല്ലോ തെറ്റുപറ്റിയത്. എലീഫസിൻ്റെ ആരോപണങ്ങൾ ഇയ്യോബിനെ ഈ വിധത്തിലുള്ള എതിർപ്പിനായി സജ്ജമാക്കുകയാണ് ചെയ്തത്. ഇയ്യോബിനെക്കുറിച്ച് പറയുന്ന കഥകൾ, ഏഷണികൾ ശ്രദ്ധിച്ചാലും അതൊരു യാഥാർത്ഥ്യമാകുന്നു എന്ന് കേൾവിക്കാർക്ക് തോന്നത്തക്ക വിധം അത് അവതരിപ്പിക്കുന്നു. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അതിൽ കുറെ കാണുവാൻ സാധിക്കും. എലീഫസ് ഇവിടെ പറയുന്നത് എന്തെന്നാൽ ഇയ്യോബ് ചെയ്ത കാര്യങ്ങൾ ഇവയാണ്, ഇപ്പോഴാണ് അത് പുറത്തു വരുന്നതെന്ന് മാത്രം. അവൻ ഇയ്യോബിന് മുന്നറിയിപ്പ് നൽകുവാനും മറക്കുന്നില്ല. അതായത് ദൈവം ഉയരത്തിലുണ്ടെന്നും ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നെന്നും അതുകൊണ്ട് ഇയ്യോബെ നീ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് എലീഫസ് ഈ 8 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത്, ദൈവം സ്വർഗോന്നതത്തിൽ ഇല്ലയോ? നക്ഷത്രങ്ങൾ എത്ര ഉയർന്നിരിക്കുന്നു എന്ന് നോക്കുക. ഇയ്യോബേ, ദൈവം നിന്നെ കാണുന്നില്ല എന്നുള്ള ചിന്തയിലാണ് നീ ഇതെല്ലാം ചെയ്തിരുന്നത്. എന്നാൽ ദൈവം നിന്നെ കാണുന്നു എന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. എല്ലാം ചെയ്തിട്ട് രക്ഷപ്പെടാമെന്നാണ് നീ ചിന്തിച്ചത്. എന്നാൽ നിനക്കങ്ങനെ രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്ന് ഇപ്പോൾ വ്യക്തമായോ? ഈ വാദപ്രതിവാദം മുഴുവൻ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ആർക്കും അറിയുവാൻ പാടില്ലാത്തതും ദൈവം മാത്രം അറിയുന്നതുമായി ഏതോ മഹാപാപമുണ്ട് എന്ന ധാരണയിലാണ് മുന്നേറുന്നത്. ഇപ്പോൾ ദൈവം ഇയ്യോബിനെ ശിക്ഷിച്ചുകൊണ്ട് അവനോട് ഇടപെടുകയാണെന്ന് പോലും ഈ നിഗമനത്തിലാണ് സ്നേഹിതർ സംസാരിക്കുന്നത് മുഴുവനും. അവൻ്റെ അസുഖത്തിനും അവന് നേരിട്ട മറ്റ് സകല ദുരന്തങ്ങൾക്കും അവർ നൽകുന്ന വിശദീകരണം ഇതത്രേ. എലീഫസ് പറയുന്നത് കേൾക്കുന്നവർക്കൊക്കെ വിശ്വസിക്കാതിരിക്കുവാൻ തരമില്ല. എന്താണ് സംഭവിക്കുന്നതെന്നറിയുവാൻ പാടില്ലാത്ത വിധം ഇയ്യോബ് ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണെന്ന് എലീഫസ് ചിന്തിക്കുന്നു. 13-14 വാക്യങ്ങളിൽ, ഇയ്യോബേ, നീ അവനെ അറിയുന്നില്ല, എന്നാൽ അവൻ നിന്നെ കാണുന്നു, അവന് നിന്നെക്കുറിച്ച് അറിയാമെന്ന് നാം വായിക്കുന്നു. 15 മുതലുള്ള വാക്യങ്ങളിൽ 17 വരെ നാം വായിക്കുമ്പോൾ ഇതെല്ലാം എപ്പോഴും നാം കേൾക്കാറുള്ള പഴയ വാദങ്ങൾ തന്നെയാണ്. ആരംഭത്തിലും ഇത് തന്നെയാണ് നാം കണ്ടത്. അവൻ സകലതും തനിക്കുണ്ടായ ഏതോ അനുഭവവുമായി ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് എലീഫസ്. അതിന് യാതൊരു അടിസ്ഥാനവും ഉണ്ടാകണമെന്നില്ല. തോന്നലുകളാകാം. നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതാണെന്ന് ചിന്തിക്കരുത്. ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവവചനാടിസ്ഥാനവും മറ്റുള്ളവർക്ക് ആത്മിക വർധന വരുത്തുന്നതും ആയിരിക്കും. ഞാൻ ദുഷ്ടനെ കണ്ടിരിക്കുന്നു എന്ന് അവന് പറയുവാൻ കഴിയും. തുടർന്ന് എലീഫസ് ഇവിടെ ഒരു സുവിശേഷത്തിൻ്റെ ആഹ്വാനം നൽകുന്നുണ്ട്. എന്നാൽ ഇയ്യോബിനത് ആവശ്യമില്ല എന്നോർക്കണം. കാരണം വീണ്ടെടുപ്പിൻ്റെതായ ഒരു ബന്ധം അവൻ കാത്തു സൂക്ഷിച്ചിരുന്നു. അവന് പറയുവാൻ കഴിഞ്ഞത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നത്രേ. 19-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ. നാം ഇവിടെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത്, നീ അവനോടിണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരുമെന്ന്. ഇത് ആശ്ചര്യകരമായ മഹത്തായൊരു ക്ഷണമാകുന്നു. എന്നാൽ ഇത് ഇയ്യോബിന് ബാധകമല്ല. ഇന്ന് സഭകളിൽ നൽകുന്ന ക്ഷണം പോലെയാകുന്നു ഇത്. മിക്ക ആരാധനകളിലും സംബന്ധിക്കുന്നവർ ഒന്നുകിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ കുറഞ്ഞത് അങ്ങനെയെന്ന് ചിന്തിക്കുന്നവരാണ്. അവർക്ക് ഈ രക്ഷിക്കപ്പെടുവാനുള്ള ആഹ്വാനം നൽകുന്നത് വാസ്തവത്തിൽ വിശേഷമില്ലാത്ത ഒന്നാണ്. അതുപോലുള്ള അവസരങ്ങളിൽ അത് അർത്ഥശൂന്യവും പരിഹാസത്തിന് വഴിയൊരുക്കുന്നതുമാണ്. ക്രിസ്തുവിനെ ഇതിനോടകം അംഗീകരിച്ച് കഴിഞ്ഞ ഇയ്യോബിനോട് ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ പറയുന്നത് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകുകയില്ല. ഇന്ന് ഇതേ മനോഭാവം അനേകരിൽ നാം കാണുന്നു. ഏതെങ്കിലും കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷിക്കപ്പെട്ട ആളിനെ രക്ഷിക്കപ്പെടുത്തുവാനും എൻ്റെ കുടുസായ ചിന്താഗതികളിലേക്ക് വലിച്ചിഴയ്ക്കുവാനും ശ്രമിക്കുന്ന പ്രവണത, അതാണ് ഇവിടെ കാണുന്നത്. നാം ഇവിടെ വായിച്ചത്, നീ അവനോടിണങ്ങി സമാധാനമായിരിക്കുക. ഇത് നല്ല ഒരു ആഹ്വാനമാകുന്നു. ദൈവം നമുക്ക് നൽകുന്ന ക്ഷണം തന്നെയാകുന്നു ഇത്. കർത്താവായ യേശുക്രിസ്തു ഇതേ കാര്യം പുതിയ നിയമത്തിൽ പറയുകയുണ്ടായി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തോട് സമാധാനമായിരിക്കുവാൻ, അതായത് രമ്യതയിലായിരിക്കുവാനുള്ള മാർഗം ഇതത്രേ. അത് മാത്രമല്ല, പൗലോസ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ്.
അതിൽ നിനക്ക് നന്മ വരുമെന്ന് എലീഫസ് പറഞ്ഞത് സത്യമാണ്, ഇല്ലേ? എന്നാൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നന്മ എന്ന് ഇവിടെ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് നന്മയായത് എന്നത്രേ. ചിലപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉള്ള ശിക്ഷണവുമാകാവുന്നതാണ്. നന്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ നല്ലതായി തോന്നുന്നതെല്ലാം ആകണമെന്നില്ല. ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്ന കർത്താവിന് നമുക്ക് നല്ലതെന്താകുന്നു എന്ന് വ്യക്തമായിട്ടറിയാം. 22-23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ സ്നേഹിതന്മാർ ഒരേ ഒരു വിഷയം മാത്രം തിരിഞ്ഞും മറിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയ്യോബേ, നിന്റെ ജീവിതത്തിൽ ഏതോ രഹസ്യ പാപമുണ്ട്, അതിനെ നീ കൈകാര്യം ചെയ്യൂ, ദൈവത്തെങ്കിലേക്ക് തിരിയൂ. ഇയ്യോബ് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന പോലെയാണ് സ്നേഹിതർ അവനെ കാണുന്നതും അവനോട് ഇടപെടുന്നതും. 24 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ഇയ്യോബിന്റെ ശത്രുവാകുന്നു എന്ന് എലീഫസ് ഊഹിക്കുന്നു. എന്നാൽ ദൈവം ഇയ്യോബിന്റെ ശത്രു അല്ല. എലീഫസ് ഒരു വിധത്തിലും ഇയ്യോബിനെ സഹായിക്കുന്നില്ല എന്ന് നിങ്ങൾ കണ്ടോ? അവൻ ദൈവത്തിൽ നിന്നുമല്ല സംസാരിക്കുന്നത്, പിന്നെ എങ്ങനെ സഹായിക്കും? ദൈവത്തിൽ നിന്നും ദൈവഹിതം സംസാരിക്കാത്ത ആർക്കും മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സഹായം വരുന്ന പർവ്വതത്തിങ്കിലേക്കതായി ദൈവത്തിങ്കിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ഏതൊരു സാഹചര്യത്തിലും അഥവാ ഇനി തെറ്റിൽ വീണുപോയാൽ പോലും അവിടെ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ മതിയായവനാണ് നമ്മുടെ ദൈവം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ഇന്നത്തെ ഈ പഠനത്തിൽ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.